നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ വിയോഗത്തിന് പിന്നാലെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. എപ്പോഴും തൻ്റെ പക്കൽ കരുതാറുള്ള കറുത്ത ബ്രീഫ് കേസിനുള്ളിലെ പിസ്റ്റൾ തന്നെയാണോ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. പലപ്പോഴും പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഒരു കറുത്ത ബ്രീഫ് കേസ് കാണാറുണ്ട്. അതിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം മരിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഈ ഒരു പിസ്റ്റൾ സൂക്ഷിച്ചിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളും പിസ്റ്റളും അടങ്ങിയ ബ്രീഫ് കേസ് റോയ് ഒരിക്കലും കൈവിടാറില്ലെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത സഹായികൾ വെളിപ്പെടുത്തി. എവിടെയെങ്കിലും അബദ്ധത്തിൽ മറന്നുപോയാൽ ഉടൻ തന്നെ ബോഡി ഗാർഡുകളെ അയച്ച് ഇത് വരുത്തിക്കുമായിരുന്നു. മരണ ദിവസം ലാംഫോർഡ് ടൗണിലെ ഓഫീസിലും ഈ ബ്രീഫ് കേസ് അദ്ദേഹത്തിന് അരികിലുണ്ടായിരുന്നു. സാധാരണ ബാംഗ്ലൂരിലെത്തിയാൽ നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കാറുള്ള റോയ് മരിക്കുന്നതിന് തൊട്ട് പിന്നാലെ നടന്ന ആദായ നികുതി പരിശോധനകളിൽ അസ്വസ്ഥനായിരുന്നോ എന്നും സംശയമുണ്ട്. അന്ന് ഓഫീസിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ എത്തിയത് റെയ്ഡിനായില്ല, മറിച്ച് പരിശോധനകൾക്കായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. റോയുടെ ദൈനംദിന കാര്യങ്ങളിൽ തങ്ങൾ തടസ്സമുണ്ടാക്കിയിരുന്നില്ലെന്നും അവർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു വെടിയുണ്ടേറ്റ മുറിവാണ് കണ്ടെത്തിയത്. ഉപയോഗിച്ച ആയുധത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ ബാലിസ്റ്റിക് സംഘത്തിൻ്റെ പരിശോധനാ ഫലം ഇനി കാത്തിരിക്കുകയാണ് പോലീസ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ ആദായ നികുതി ഉദ്യോഗസ്ഥർ തൊട്ടടുത്തിരിക്കെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയത് എങ്ങനെയെന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ജനുവരി 30 ലാംഫോർഡ് ടൗണിലെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിനിടെയാണ് റോയ് ജീവനൊടുക്കിയത്. ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടെയാണ് അദ്ദേഹം തൻ്റെ ചേംബറിലേക്ക് പ്രവേശിച്ചത്. ഈ സമയത്ത് ചില സുപ്രധാന രേഖകളിൽ ഒപ്പിടാനായി ആദായ നികുതി ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ അടുത്ത സഹായിയായ MD ജോസഫും അവിടെ ഉണ്ടായിരുന്നു. അതീവ സുരക്ഷയുള്ള ചേംബറിനുള്ളിൽ തൻ്റെ ലൈസൻസ് ഉള്ള പിസ്റ്റൾ ഉപയോഗിച്ചാണ് അദ്ദേഹം സ്വയം നിറയൊഴിച്ചത്. ശബ്ദം പുറത്ത് കേൾക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നതിനാലാണ് വെടിവെച്ച ആരും കേൾക്കാതിരുന്നത്. തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഭാവി പിൻഗാമികൾക്ക് കൈമാറിക്കൊണ്ടുള്ള 9 പേജുള്ള വിശദമായ ആത്മഹത്യാക്കുറിപ്പും അദ്ദേഹം നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നുവെന്നാണ് ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ അദ്ദേഹം തന്നെ ആസൂത്രണം ചെയ്തിരിക്കണം. അതിനായി തിരഞ്ഞെടുത്ത ദിവസം ആദായ നികുതി ഉദ്യോഗസ്ഥർ തൻ്റെ ഓഫീസിലെത്തി പരിശോധന നടക്കുന്ന സമയമായിരുന്നു. ആദായ നികുതി ഉദ്യോഗസ്ഥർ തൻ്റെ മുറിയിലുണ്ടായിരുന്ന സമയത്ത് തന്നെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് അദ്ദേഹം നീങ്ങിയത് എങ്ങനെയെന്നത് ദുരൂഹമായി തന്നെ തുടരുകയാണ്. തൻ്റെ വിശ്വസ്തരായ ജീവനക്കാരെ സംരക്ഷിക്കണമെന്നും സാമ്പത്തിക ഇടപാടുകളെല്ലാം ഭാര്യയ്ക്ക് അറിയാമെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് സഹോദരൻ ബാബുവിനെ റോയ് വിളിച്ചിരുന്നു. തനിക്ക് സംസാരിക്കാനുണ്ടെന്നും എപ്പോഴാണ് തിരികെ വരുന്നതെന്നും മാത്രമാണ് അദ്ദേഹം ചോദിച്ചത്. സാമ്പത്തിക സമ്മർദ്ദമാണോ അതോ ആദായ നികുതി റെയ്ഡാണോ ഈ കടുത്ത തീരുമാനത്തിന് പിന്നിലെന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് SIT. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിൽ കർണാടക സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തുണ്ട്. SIT എന്നാൽ സിദ്ധരാമയ്യ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണെന്നും സ്വന്തക്കാരെ സംരക്ഷിക്കാനും പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുമാണ് ഇത്തരം സംഘങ്ങളെ സർക്കാർ ഉപയോഗിക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര ആരോപിച്ചു. CJ റോയ് വെടിയുതിർക്കുമ്പോൾ ലാംഫോർഡ് ടൗണിലെ ഓഫീസിലുണ്ടായിരുന്ന ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി SIT രേഖപ്പെടുത്തിയിരുന്നു. മുൻപ് പിടിച്ചെടുത്ത രേഖകളിൽ ഒപ്പിടാൻ മാത്രമാണ് തങ്ങൾ അവിടെ എത്തിയതെന്നും റോയിയെ ചോദ്യം ചെയ്തിരുന്നില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി. റോയുടെ 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തതായ റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതിന് സ്ഥിരീകരണമില്ല. CJ റോയിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനോ കുടുംബം പരാതി നൽകുന്നതിനോ മുൻപേ സർക്കാർ എന്തിനാണ് SIT രൂപീകരിക്കാൻ ധൃതി കാണിച്ചതെന്നാണ് BJP നേതാവ് വിജയേന്ദ്ര ചോദിക്കുന്നത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനകൾ ദുരൂഹമാണ്. ആദായ നികുതി വകുപ്പ് റെയ്ഡിനെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും വിജയേന്ദ്ര ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങളെ തള്ളിക്കൊണ്ട് നിയമമന്ത്രി HK പാട്ടീലും ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു രംഗത്തെത്തി. സത്യം പുറത്തു കൊണ്ടുവരാനും പൊതുജനങ്ങളെ വിവരങ്ങൾ ധരിപ്പിക്കാനുമാണ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചതെന്നും അവർ വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ബ്ലാക്ക്മെയിലിംഗിനായി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുവെന്ന പൊതുജനാഭിപ്രായം പരിശോധിക്കപ്പെടേണ്ടതാണെന്നും മന്ത്രിമാർ പറഞ്ഞു. CJ റോയ് ഓഫീസിലെത്തിയ സമയം സംബന്ധിച്ചും ജീവനക്കാരുടെ മൊഴികളിലെ വൈരുദ്ധ്യമുണ്ട്.
ചിലർ ഉച്ചയ്ക്ക് 2 മണിയെന്നും പരാതിക്കാരനായ MD ജോസഫ് 3 മണിയെന്നും പറയുന്നു. തോക്കുമായി മുറിക്കുള്ളിൽ കയറിയ റോയിയെ തടയാതിരുന്നതും എന്തുകൊണ്ട്? ഓഫീസിനുള്ളിൽ നടന്ന വെടിവെച്ച് ആരും കേൾക്കാത്തത് എന്തുകൊണ്ട്? എന്നീ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനും ശ്രമം നടക്കും. കുടുംബത്തിന്റെ മൊഴി, തായ്ലാൻഡിലായിരുന്ന റോയിയുടെ സഹോദരൻ CJ ബാബുവിന്റെ മൊഴിയും അന്വേഷണത്തിൽ നിർണായകമാണ്. മരണ ദിവസം രാവിലെ റോയ് തന്നെ വിളിച്ചിരുന്നുവെന്നും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കുടുംബാംഗങ്ങളുടെയും ബിസിനസ് പങ്കാളികളുടെയും മൊഴി SIT വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. ഏതായാലും മരണം നടന്ന് ഇപ്പോൾ 2 ദിവസം പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെതെന്ന് പറയുന്ന ഒരു ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പല കാര്യങ്ങൾ, വികാരനിർഭരമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ബിസിനസ് ഇനി എത്രത്തോളം അതൊക്കെ ആരുടെയൊക്കെ ചുമതല ഏൽപ്പിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത വരുത്തുന്ന ആത്മഹത്യ കുറിപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതേസമയം തന്നെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ആ കുടുംബത്തിൻ്റെ സങ്കടം കണ്ടതാണ്. എന്തിനാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൃത്യമായി തന്നെ കൊണ്ടുപോകുന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഈ ഒരു അധിപൻ ഇത്തരത്തിലൊരു ആത്മഹത്യ തിരഞ്ഞെടുത്തത് എന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ അതിനുള്ളൊരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ഇപ്പോഴും ആ വീട്ടുകാരുടെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണം നടക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ടുള്ള സത്യം എന്താണെന്ന് പുറത്തേക്ക് വരട്ടെ. അദ്ദേഹം ഒരു ബാഹിക ശക്തികളുടെയും പ്രേരണയാലല്ല, സ്വന്തം തീരുമാനമായിരുന്നു ആത്മഹത്യ എന്നുള്ളത് അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്നുള്ളതും കൂടി ഇപ്പോൾ ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ്.